ഇപ്പോൾ സമയം ഒരു 6 മണിയായിട്ടുണ്ട് കേട്ടോ. ഒരു 5:30 ആയപ്പോൾ ഞാനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പ്, അതുപോലെ തന്നെ നേരം വെളുത്ത് വരുന്നുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ലൈറ്റിൻ്റെ വെട്ടമാണ് കേട്ടോ, നേരം വെളുത്ത പോലെ തോന്നുകയാണ്, ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, നടക്കാൻ ഇറങ്ങിയതല്ല കേട്ടോ. ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ഒരു ചേട്ടൻ്റെ കടയുണ്ട്, അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ടയും ബീഫ് കറിയും പുട്ടൊക്കെ കിട്ടും. അത് കഴിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ കുറേ ചേട്ടന്മാർ ചേച്ചിമാർ വെളുപ്പം കാലത്ത് നടക്കുന്നു കേട്ടോ. അത് കണ്ടിട്ട് ഇക്ക പറയാൻ ഞാനും നടക്കുകയാണെന്ന്. ഈ ഫ്ലാറ്റിൽ നെസ്രയെ താമസിക്കുന്നുണ്ട്. ഇത് പറയുന്നത് ചോയ്സ് ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ അതേ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ നടക്കുന്നുണ്ടോ. ഞങ്ങളങ്ങനെ നടന്ന് റോഡിലെത്തിട്ടോ. കുറച്ച് ദിവസമായിട്ടുള്ള പരിപാടിയാണിത്. സാധാരണ ഞങ്ങൾ ബൈക്കിലാട്ടോ വരുന്നത്. അപ്പം കുഞ്ഞുങ്ങൾ എഴുന്നേക്കുമെന്ന് പേടിച്ചിട്ട് ഇപ്പം ഞങ്ങളിപ്പോൾ അത് സ്ഥിരമാക്കിയത് കൊണ്ട് തന്നെ നടക്കാനാണെന്ന് നടത്തും ആവും, നമ്മളെ കഴിക്കലും ആവും എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കുകയാണ്. നടന്ന് റോട്ടിലെത്തി ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ അതേ ഞങ്ങൾ നടന്ന് ഇപ്പം ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ സുഡിയോ ഉണ്ട്. അത് ഇതേ കണ്ട. അപ്പോൾ അതേ ഞങ്ങൾ എത്താറായിട്ടോ. ഇപ്പോൾ ഈ കാണുന്ന കടയിൽ നിന്നാണ് ഞങ്ങൾ ബീഫും ചിക്കനൊക്കെ മേടിക്കുക. ഇവിടെ ഇല്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ മാർക്കറ്റിൽ പോവുള്ളൂ. അപ്പം ഈ നടന്നു പോകുമ്പോൾ ഈ കാണുന്ന കുഞ്ഞു കടയാണ് കേട്ടോ ഞാൻ പറഞ്ഞ കട. ഇവിടെ ഒരു 8-9 മണിയാകുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പോൾ നേരം വെളുത്ത് വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ വന്നു തുടങ്ങുന്നുള്ളൂ, അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇക്ക മേടിച്ചത് ഒരു താറാമുട്ട, ദോശ, പിന്നെ സാമ്പാർ, ഗ്രീൻ പീസ് കറി. ഞാനും അത് തന്നെയാണ് കേട്ടോ, കാരണം ബാക്കിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഫുഡിന്. പിന്നെ 2 ചായ. അപ്പം ഇടയ്ക്കൊക്കെ അധികവും ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ഫുഡ് അങ്ങ് ആവുകയും ചെയ്യും. ഇതേ മക്കൾക്കുള്ള പാർസൽ മേടിച്ചിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ എന്തൊക്കെയോ സംസാരിച്ചിട്ടൊക്കെ വരികയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇത് നല്ലൊരു ഫീലാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പം അങ്ങനെ ഇതേ കുറേ ചേട്ടന്മാർ ഓടുന്നു നടക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേ കുറേ ചാമ്പയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊന്ന് പറിച്ചു തന്നതാണ്, പക്ഷേ മൂപ്പ് കുറവായിരുന്നു കേട്ടോ. പിന്നെ അതേ അവിടെ തന്നെ ശംഖുപുഷ്പം കുറേ ഉണ്ട്. അപ്പം ഇത് വെള്ളമൊക്കെ ഇട്ട് തിളപ്പിക്കാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ നിന്നൊന്ന് പറിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് വരുമ്പം നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പോകാൻ നിൽക്കുകയാണ്. ഇനി വേറെ ആളാട്ടോ വരിക, രാത്രി ഒരാളും രാവിലെ ഒരാളുമാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ഇക്കാനെ വിളിച്ചിട്ടോ. എന്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല വിളിച്ചത്. അപ്പോൾ ഞാൻ ഇക്ക അവിടെ നിന്നപ്പോൾ ഞാനിങ്ങനെ നടന്നു പോരുകയാണ്. അപ്പോൾ അതേത് കവുങ്ങല്ല കേട്ടോ, വേറെ എന്തോ ആണ്. അത് പഴുത്തിരിക്കുന്നത്, അതുപോലെ പച്ചക്കായ, പഴുത്ത കായൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു പോകുന്നു. ഇതേ ഇപ്പം നേരം വെളുത്തു. ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരുന്ന് നേരം വെളുത്തു കേട്ടോ. അപ്പോൾ ഇതേ ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്താനായി. നമ്മുടെ മക്കൾ എഴുന്നേറ്റോ ഇല്ലേന്ന് അറിയില്ലല്ലോ, എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെ നല്ല ഉറക്കം 2 പേരും. അപ്പോൾ ഞാൻ അവിടുന്ന് മുട്ട മേടിച്ചില്ലായിരുന്നേ, വീട്ടിൽ മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അത് പുഴുങ്ങി കൊടുത്തു. എന്നിട്ട് ചെറിയവളെ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് ഞാൻ ദോശയും ഗ്രീൻ പീസ് കറിയും മുട്ടയൊക്കെ കൊടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.